ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച മെയ് 2-ാം തീയതി മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ബന്ദിയോട് ടൗണിൽ വെച്ച് തസ്ഫിയ ആദർശ സമ്മേളനം നടക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നരകത്തിന്മേൽ അവരെ ഓരോ ആളുകളെയും വലിച്ചെറിയുന്ന സമയത്ത് അവർ അവിടെ നടത്തുന്ന ചില വിലാപങ്ങളും അതേപോലെ തന്നെ അവരോട് ചോദിക്കപ്പെടുന്ന ചില ചോദ്യങ്ങളും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരോട് ഓരോ ആളുകളെയും നരകത്തിലേക്ക് വലിച്ചെറിയുന്ന സമയത്ത് അവരോട് ചോദിക്കും, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നില്ലേ എന്ന്. അപ്പോൾ അവർ പറയും, വന്നിരുന്നു, പക്ഷെ ഞങ്ങൾ അവരെ കളവാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ഒന്നും ഇറക്കി തന്നിട്ടില്ല എന്ന് ഞങ്ങൾ അവരോട് പറയുകയും അവർ നിങ്ങൾ ശക്തമായ വഴികേടിലാണെന്ന് അവരോട് ഞങ്ങൾ പറഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രംഗത്തെക്കുറിച്ച് സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്. അന്ന് അവർ പറയുന്നത് അള്ളാഹു ഒന്നും ഇറക്കി തന്നിട്ടില്ല എന്നാണ്. അഥവാ പ്രവാചകന്മാരെ കളവാക്കുകയും സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ സത്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരെ കളവാക്കുകയും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയാണ്. അവര് ഇന്നത്തെ ആളുകളോട് ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളോട് ഇസ്തിഗാസ എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മാലകളിലും മൗലൂദുകളിലൂടെ റാത്തിബുകളിലൂടെ അതൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് അർപ്പിക്കുന്ന കാര്യങ്ങളാണ്, അതൊക്കെ ഉള്ളത്, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും അള്ളാഹു അവതരിപ്പിച്ചതല്ല, നിങ്ങൾ പുതിയതായി ഉണ്ടാക്കിയതാണ്, നിങ്ങൾ വഴികേടിലാണ് എന്ന് പറയുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിൽ കാണാൻ പറ്റും, അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മേൽ മറിയുന്ന ദിവസം അവർ പറയും, ഞങ്ങൾ അള്ളാഹുവിനും റസൂലിനും പിന്നിൽ ഒരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഞങ്ങളുടെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, നേതാക്കന്മാർ, അവരെ ഞങ്ങളെ റബ്ബിന്റെ ആ ശുദ്ധ പ്രകൃതിയിൽ നിന്ന്, ആ മതത്തിൽ നിന്ന്, അള്ളാഹു ജീവിത വ്യവസ്ഥയാക്കി തന്ന ആ കാര്യത്തിൽ നിന്ന്, പ്രവാചകരിലൂടെ പഠിപ്പിച്ചെന്ന ആ കാര്യത്തിൽ നിന്ന് ഈ നേതാക്കന്മാർ ഞങ്ങൾ വഴി തെറ്റിപ്പിച്ചു റബ്ബേ, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ എന്ന് പറയുന്ന ഒരു സന്ദർഭം വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കൃത്യമായ അതിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ഇതുപോലുള്ള സദസ്സുകളിൽ പോകണം, കേൾക്കണം, കൃത്യമായി പരിശോധിക്കണം. അവർ പറയുന്ന കാര്യങ്ങളും അള്ളാഹു റസൂലും പഠിപ്പിച്ചതും സഹാബത്ത് മനസ്സിലാക്കിയതാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കണം. അതിനുള്ള അവസരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.